എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ഗുവൈനെ കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ അവൻ്റെ ക്ലാസ് റൂമിലായിട്ടിരുന്നിട്ട് ഫോൺ ചെക്ക് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ ക്ലാസ്മേറ്റ് സാറിനെ വിളിച്ചിട്ട് പറയും, സർ കണ്ടില്ലേ ഗുവൈ ഇതാ ഇവിടെ ഇരുന്ന് ഫോൺ യൂസ് ചെയ്യുന്നു എന്ന്. പെട്ടെന്ന് തന്നെ ഗുവൈ പറയും, എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, ഞാനത് ചെക്ക് ചെയ്യുമായിരുന്നു എന്ന്. ഇവിടെ നമ്മുടെ ഗുവൈക്ക് തന്നെയാണ് ഹയസ്റ്റ് മാർക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കാണുന്നതും അവൻ്റെ ആ ക്ലാസ്മേറ്റിന് ഭയങ്കര ജലസാവും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഫുപ്പൈനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോമോനെ കാരണം തന്നെ അവൻ അതിൻ്റെ കൂട്ടത്തിൽ എക്സാമും ഫെയിലായിട്ടുണ്ട്. പിന്നീട് കാണിക്കും നമ്മുടെ മോമോനെ. അവൾക്കാണെങ്കിൽ അവളുടെ ഡ്രീം കമ്പനിയിൽ നല്ലൊരു ജോബ് കിട്ടിയിട്ടുണ്ട്. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഇരിക്കാൻ നേരത്ത് അവൾക്ക് അവളുടെ അമ്മയുടെ അടുത്തുനിന്ന് ഒരു കോള് വരും. അമ്മ അവളെ വിളിച്ചിട്ട് പറയും, ഞാൻ എന്തായിരുന്നാലും 2-3 ദിവസം നിങ്ങളുടെ കൂടെ വന്ന് നിൽക്കാൻ പോവുക എന്ന്. അങ്ങനെ നമ്മളുടെ മോമയാണെങ്കിൽ അവളുടെ അമ്മേനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലും. അവർ രണ്ടുപേരും ഇരുന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കും. അമ്മയോടെ ചോദിക്കുന്നത് തന്നെ നമ്മുടെ മോമോയ്ക്ക് ഏതെങ്കിലും റിലേഷൻഷിപ്പ് ആയോ എന്ന. അവളാണെങ്കിൽ അവളുടെ അമ്മേനെ അങ്ങ് തടയും. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ഇഷ്ടമല്ല. പിന്നീട് കാണിക്കുന്ന അമ്മ നേരെ ആ വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെ ഗുവൈനെ കാണുന്നതും അമ്മ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നത്. അവനങ്ങ് ഒരുമാതിരിയാവും. എന്നിട്ട് അവനാണെങ്കിൽ കുറച്ച് വാൾനട്ട് കൊടുത്തിട്ട് പറയും ഇത് ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരാൻ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഫൂപ്പേനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രങ്ക് ആയിട്ടിരിക്കുമായിരുന്നു. ആ സമയത്താണെങ്കിൽ അവിടെയായിട്ട് നമ്മുടെ മോമോയുടെ ഫ്രണ്ട് വരും. അവൾ ഇവനെ കാണും. അവൾ അവിടെ ഇവനെ വലിയ മൈൻഡൊന്നും ആകത്തില്ല. അവൾ അവിടെ നിന്ന് പോകുന്നതും പെട്ടെന്ന് ഒരാൾ ഇവളെ അസോൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇത് കാണുന്നേ ഫൂപ്പയെ വന്നിട്ട് അവളെ അങ്ങ് രക്ഷിക്കും. അങ്ങനെ രണ്ടുപേരും മാറി ഇന്ന് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ കൂട്ടുകാരി കൊച്ചാണെങ്കിൽ നമ്മുടെ ഫൂപ്പ എടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്നിട്ട് അവൾ പറയും, ഞാൻ നിന്നെ സഹായിക്കാമെന്ന്. അവൾ പറയും, എന്തായിരുന്നാലും നമുക്കിത് സീക്രട്ടാക്കി വെച്ചേക്കാം എന്ന്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗുവയാണെങ്കിൽ ആ വാൾനട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതാണ്. ഇത് കാണുന്നത് നമ്മുടെ മോമോ വന്നിട്ട് അവൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞു കൊടുക്കും. അതായത് ആ ഡോർ യൂസ് ചെയ്തിട്ട് എങ്ങനെ വാൾനട്ട് പൊളിക്കാം എന്ന്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവളുടെ അമ്മയെ നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മ വന്നിട്ട് കീ യൂസ് ചെയ്തിട്ട് എങ്ങനെ വാൾനട്ട് പൊളിക്കാം എന്നുള്ള ഒരു ട്രിക്കും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവർ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ അമ്മ പറയും, ഞാൻ ഇനി 2 ദിവസത്തേക്ക് ഇവിടെ തന്നെ കാണുമെന്ന്. എന്നാൽ നമ്മുടെ മോമ അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കത്തില്ല. അവൾ പറയും, വേണ്ട നമുക്ക് വല്ല ഹോട്ടലിലും പോയി സ്റ്റേ ചെയ്യാമെന്ന്. എന്നാൽ അമ്മ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മളുടെ മോമോ കിടന്നുറങ്ങാൻ നേരത്ത് അമ്മ വന്ന് ഇവിടെ വിളിച്ചെഴുന്നേപ്പിക്കുന്ന. ഇവക്കാണെങ്കിൽ എഴുന്നേക്കാൻ ഒട്ടും താല്പര്യമില്ല. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഗുവ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങും. പിന്നീട് കാണിക്കും ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കാൻ നേരത്ത് അമ്മയാണെങ്കിൽ നമ്മുടെ മോമോ എടുത്ത് പറയുന്നത് ഗുവനെ കണ്ടുപഠിക്കാൻ. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ മോമോ ആണെങ്കിൽ അവളുടെ അമ്മേനെ ഭയങ്കരമായിട്ട് കളിയാക്കാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്ന ഗുവ അവൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണ്. അവൻ്റെ ബാഗിലായിട്ട് കുറേ വാൾനറ്റും ഉണ്ടായിരുന്നു. അത് അവൻ്റെ ഫ്രണ്ട്സിന് അവൻ ഷെയർ ചെയ്യും. എല്ലാവരും കൂടി ഇപ്പോൾ വാൾനറ്റ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. ഇത് കാണുന്ന സാറിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഗുവയാണ് അത് കൊണ്ടുവന്നതെന്ന് അറിയുന്നതും സാറ് ഭയങ്കരമായിട്ട് അങ്ങ് കൂളാവും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഫൂപ്പേനെയാണ്. അവനാണെങ്കിൽ നമ്മുടെ മോമോയുടെ ഫ്രണ്ടുമായിട്ടിരുന്നപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. അവൾ അവനെ നല്ലതുപോലെ വഴക്കൊക്കെ പറയും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗുവയാണെങ്കിൽ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ മോമോയുടെ അമ്മയാണെങ്കിൽ അവരുടെ അടുത്ത് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കൊടുക്കാൻ പറയുന്നതാ. ഇവനാണെങ്കിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മുടെ മോമോ വരും. അവളാണെങ്കിൽ ഇവനെ നല്ലതുപോലെ കളിയാക്കിയിട്ട് അവളവനെ ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരോട് ഇരുന്ന് അവരുടെ ജോലിയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് കാണുന്നേ നമ്മളുടെ മോമോയുടെ അമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവർ വേഗം തന്നെ ഇവരെ 2 എണ്ണത്തിനെയും ഒരു ഷോപ്പിലായിട്ട് പറഞ്ഞു വിടും. അതായത് ഒരു ക്ലബ്ബ് പോലത്തെ സംഭവമാണ്. അവിടെ വന്നിട്ട് 2 എണ്ണം നിന്ന് ഗെയിം കളിക്കാനായിട്ട് തുടങ്ങും. നമ്മളുടെ ഗുവയ്ക്കാണെങ്കിൽ ഇതൊന്നും കളിക്കാൻ അറിയത്തില്ല. എങ്കിലും അവൻ പെട്ടെന്ന് തന്നെ അതെല്ലാം പഠിച്ചെടുക്കും. എന്നിട്ട് അവൻ അവിടെയുള്ള ക്യാഷ് എല്ലാം വിൻ ചെയ്യും. ആ പൈസ എല്ലാം കൊടുക്കുന്നത് നമ്മുടെ മോമോയ്ക്ക് തന്നെ. അവൾക്ക് നല്ല സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അവരവരുടെ വീട്ടിലായിട്ട് വരും. വന്നിട്ടാണെങ്കിൽ വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് കാണുന്നത് നമ്മളുടെ മോമോയുടെ അമ്മയ്ക്ക് വീണ്ടും ഇഷ്ടപ്പെടത്തില്ല. അവരിവരെ രണ്ടുപേരും ഒരുമിച്ച് അടുപ്പിച്ചായിട്ടിരുത്തും. എന്നിട്ട് അമ്മ ഇവരെ നോക്കിയിട്ട് നല്ലതുപോലെ ബ്ലഷ് ചെയ്യും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ ഇവർ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ മോമോയുടെ അമ്മ അവളുടെ അടുത്ത് ചോദിക്കും, നീ കോളേജിൽ പോകാൻ പോവുമല്ലേ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ പോകുന്നതെന്ന്. മോമോ അല്ല എന്ന് പറയാൻ വരുന്നതും കൂവേ അതെ എന്ന് പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ മോമോ നന്നായിട്ട് ഷോക്കായിരുന്നു. പിന്നീട് കാണിക്കുന്ന രണ്ടുപേരോട് ഒരുമിച്ച് കോളേജിലായിട്ട് പോകുന്നതാണ്. ബസ്സിലും അടുത്തടുത്ത് തന്നെ ഇരിക്കുന്നത്. അവിടെ നമ്മളുടെ മോമയാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് പാട്ടൊക്കെ പ്ലേ ആക്കാൻ തുടങ്ങും. കൂട്ടത്തിൽ ഒരു ഹെഡ്സെറ്റിന്റെ ബഡ് നമ്മളുടെ ഗുവയ്ക്കും കൊടുക്കും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ മോമോ അവളുടെ ഹോസ്റ്റലിലായിട്ട് എത്തുന്നതാണ്. അവളാണെങ്കിൽ അവൾക്ക് വേണമെന്ന കുറച്ച് സ്റ്റഫും കാര്യങ്ങളൊക്കെ എടുക്കും. അതേസമയം തന്നെ അവളുടെ അമ്മ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിലോട്ട് നടന്നു വന്നുകൊണ്ടിരുന്നതാ. അവിടെയായിട്ട് ഫൂപ്പയെ കാണും. അവനാണെങ്കിൽ ഇവളുടെ അമ്മയെടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങും. എന്നാൽ ഇവളുടെ അമ്മയാണെങ്കിൽ അറിഞ്ഞ ഭാവം പോലും കാണിക്കത്തില്ല. ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇവളുടെ അമ്മയ്ക്ക് ഫൂപ്പേനെ അത്ര ഇഷ്ടമല്ല എന്ന്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് മോമോ വരും. അവളാണെങ്കിൽ ഫൂപ്പേനെ കാണുന്നതിന് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയായിരുന്നു. അവൾ അങ്ങനെ അവളുടെ അമ്മേനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നങ്ങ് പോവും. അമ്മ അവളുടെ അടുത്ത് പറയും, മോളെ എനിക്ക് നന്നായിട്ടറിയാം നിനക്ക്
ഫൂപ്പേനെ ഇഷ്ടമായെന്ന്. എന്തൊക്കെയായിരുന്നാലും നിന്റെ ലൈഫാണ്, നീ അത് നല്ലതുപോലെ വയസ്സായിട്ട് തന്നെ ചൂസ് ചെയ്യണം എന്ന് പറയും. കൂട്ടത്തിൽ തന്നെ അമ്മ പറയാ അമ്മ നാളെ ഇവിടെ നിന്ന് പോവുക എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ മോമോ ഭയങ്കരമായിട്ട് അങ്ങ് ഇമോഷണൽ ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മോമോയും ഗുവയും കൂടി ഇരുന്നിട്ട് പഠിക്കുന്നതാണ്. അവിടെ നമ്മുടെ മോമോയ്ക്ക് അവളുടെ തീസിന് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് വേണമായിരുന്നു. അവൾ അങ്ങനെ ഗുവ എടുത്തു ചോദിക്കും. പെട്ടെന്ന് തന്നെ അവൾക്ക് ഓർമ്മ വരും ഇവന്റെ സബ്ജക്ട് വേറെയല്ലേ, അതുകൊണ്ട് അവൾ പറയും കുഴപ്പമില്ല എന്ന്. എന്നാൽ നമ്മുടെ ഗുവയാണെങ്കിൽ അവളെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിരുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ അമ്മ വന്നിട്ട് പറയും നീ എന്തിനാ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നത്, നിനക്ക് അക്കൗണ്ടൻസി എന്നെ നോക്കിയാൽ പോരേ എന്ന്. എന്നാൽ നമ്മുടെ ഗുവയെ അവളെ സപ്പോർട്ട് ചെയ്യും. അവൻ പറയും എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെ ചെയ്യണ്ടേ എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ മോമോ ഭയങ്കരമായിട്ടൊന്ന് ഷോക്കായിരുന്നു. അവളിങ്ങനെ അവനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മുടെ മോമോയുടെ അമ്മയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നതാണ്. കൂട്ടത്തിൽ തന്നെ മോമോ എടുത്ത് പറയും നീ ഇവിടെ തന്നെ നിൽക്കണം എന്ന്. എന്നാൽ മോമോയ്ക്കാണെങ്കിൽ അതിൻ്റെ കൂടെ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അവളുടെ അമ്മയാണെങ്കിൽ അവൾക്കൊരു എഗ്രിമെന്റ് കൊടുത്തിട്ട് അതിനകത്ത് സൈൻ ചെയ്യാൻ പറയും. അങ്ങനെ നമ്മുടെ മോമോ അതിൽ സൈൻ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ സൈൻ ചെയ്താലല്ലേ അമ്മ ഇവിടുന്ന് പോകത്തുള്ളൂ. അമ്മ ഇവിടുന്ന് ഇറങ്ങുന്ന ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ മോമയാണെങ്കിൽ അവളുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്നങ്ങ് ഇറങ്ങും. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലല്ലോ. എന്നിട്ട് അവൾ അത് ഗുവയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും. അവനത് കാണുന്നത് ഭയങ്കര സങ്കടമാവും. അവനാണെങ്കിൽ ഒന്നും പറയാൻ നിൽക്കത്തില്ല. പിന്നീട് കാണിക്കുന്ന നമ്മുടെ മോമയാണെങ്കിൽ അവളുടെ ഹോസ്റ്റലിലായിട്ട് വന്നിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അവൾ ഭയങ്കര ബിസി ആയിരുന്നു അവളുടെ തീസിന്റെ ഒക്കെ പേരിൽ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഫൂപ്പേനെയാണ്. അവനാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ മോമോയുടെ ഫ്രണ്ട് പറയും നീ ഇത്തവണത്തെ എക്സാമിൽ നല്ലതുപോലെ സ്കോർ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ മോമോയ്ക്ക് നിനക്കും കൂടി സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തരാമെന്ന്. ഇത് കേൾക്കുന്നേ ഫൂപ്പയ്ക്ക് ഭയങ്കര സന്തോഷമാവും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ മോമോ ഇങ്ങനെ നടക്കാൻ നേരത്ത് ഒരു പെങ്കൊച്ച് വന്നിട്ട് അവളുടെ അടുത്തൊരു ഹെൽപ്പ് ചോദിക്കുന്ന അഡ്വർടൈസ്മെന്റിന്റെ പേരിൽ. ഇത് കേൾക്കുന്നേ നമ്മുടെ മോമോയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് അവൾ അതങ്ങ് റിജക്ട് ചെയ്യും. എന്നാൽ പെട്ടെന്ന് തന്നെ അവൾക്ക് നമ്മുടെ ഗുവയെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അതുകൊണ്ട് അവൾ അത് അക്സെപ്റ്റ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും കൂടി ചെയ്യണ്ടേ, അത് ആലോചിച്ചിട്ട്. അങ്ങനെ അവൾ ആ അഡ്വർടൈസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ അവളുടെ ഫ്രണ്ട് വന്നിട്ട് ചോദിക്കും നീ നിന്റെ തീസിസ് ചെയ്യുന്നില്ലേ എന്ന്. അപ്പോൾ അവൾ പറയും ഞാൻ എന്തായിരുന്നാലും എൻ്റെ ജോബ് അവിടുത്തത് കളയാൻ പോവുക, ഞാൻ റെസിഗ്നേഷൻ കൊടുക്കാൻ പോവുക എന്ന്. അടുത്ത ദിവസം തന്നെ നമ്മുടെ മോമോ ചെന്നിട്ട് മാനേജറിൻ്റെ അടുത്ത് കാര്യം പറയും. അവരാണെങ്കിൽ നമ്മുടെ മോമോനെ ഹോൾഡ് ചെയ്ത് വെക്കത്തൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം അവർക്ക് അഡ്വർടൈസ്മെന്റ് തന്നെയാണ് ഭയങ്കര ഇഷ്ടമെന്ന്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഗുവൈനെയാണ്. അവരാണെങ്കിൽ നമ്മുടെ മോമോയ്ക്ക് വേണ്ടിയിട്ട് ആ തീസിസ് ഒക്കെ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മോമയാണെങ്കിൽ പുറത്തോട്ട് വരാനെടുത്ത് അവിടെയായിട്ട് നമ്മുടെ ഗുവയെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോഴാണ് അവൻ അറിയുന്നത് ഇവക്കാണെങ്കിൽ ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവയാണെങ്കിൽ അവിടെ എക്സ്ക്യൂസ് തന്നെ ഉണ്ടാക്കും. അവൻ പറയും എനിക്കും ഇന്ന് അവിടെയായിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഞാൻ നിന്റെ കൂടെ വരാമെന്ന്. അങ്ങനെ അവൻ ഇവളുടെ കൂടെ പോവും. അങ്ങനെ നമ്മളുടെ മോമയാണെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് താഴെ വരുന്നത് അവിടെയായിട്ട് നമ്മളുടെ ഗുവയെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇത് കാണുന്നത് നമ്മുടെ മോമോയ്ക്ക് ഭയങ്കര സന്തോഷമാവും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗുവയെ അവളെ അവളുടെ ഹോസ്റ്റലിൽ വരെ കൊണ്ടാക്കുന്നതാണ്. എന്നാൽ അവനാണെങ്കിൽ അവൾക്ക് ആ തീസിസ് കൊടുക്കാൻ മറന്നു. അങ്ങനെ അവൻ അവൾക്ക് കോൾ ചെയ്യും. എന്നിട്ട് അവൻ അവിടെയായിട്ട് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ഇവരുടെ ഹോസ്റ്റലിലെ കെയർ ടേക്കർ നടന്നു വരും. അവരാണെങ്കിൽ നമ്മുടെ ഗുവനെ കാണുന്നത് ഭയങ്കരമായിട്ട് വഴക്ക് പറയും. പെട്ടെന്നാണ് അവിടോട്ട് അവന്റെ പ്രൊഫസർ നടന്നു വരുന്നത്. പ്രൊഫസർ ആണെങ്കിൽ കെയർ ടേക്കറിന്റെ അടുത്ത് നമ്മുടെ ഗുവനെ പറ്റി നല്ലതുപോലെ പൊക്കി പറയും. എന്നാൽ അവരാണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. ഉടനെ തന്നെ നമ്മുടെ ഗുവയ്ക്ക് മനസ്സിലാവും അതായത് ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല നമ്മുടെ പ്രൊഫസറിന്റെ വൈഫ് തന്നെയാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഗുവ അവന്റെ വീട്ടിലായിട്ട് ചെല്ലും. അവിടെ ചെന്നിട്ട് അവൻ നമ്മളുടെ മോമനെ വിളിച്ചിട്ട് പറയും നിന്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ ഇങ്ങോട്ട് വരുന്നു എന്നാ പറഞ്ഞിരുന്നു. ഇത് കേൾക്കുന്നേ മോമ ഭയങ്കര ഷോക്കാവും. വേഗം തന്നെ അവളുടെ ഫ്രണ്ടുമായിട്ട് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ആ വീട്ടിലായിട്ട് വരും. അപ്പൊ നമ്മളുടെ ഗുവയെ പറയും എനിക്ക് തോന്നുന്നത് നിന്റെ അമ്മയ്ക്കാണെങ്കിൽ തമാശ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്നാ. ഇവിടെയാണെങ്കിൽ അവളുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് തന്നെ മോമയുടെ ഫ്രണ്ട് അവളുടെ അടുത്ത് പറയും നിനക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് എന്ന്. അത് വേറെ ആരും ആയിരുന്നില്ല നമ്മുടെ ഫൂപ്പേ തന്നെ ആയിരുന്നു. ഇവനെ കാണുന്ന നമ്മുടെ മോമ ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായി പോവും. അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കത്തൊന്നുമില്ല. അങ്ങനെ എല്ലാവരോടും ഇരിക്കാൻ നേരത്ത് നമ്മുടെ ഗുവയെ അടുക്കളയിലോട്ട് പോകും. കൂട്ടത്തിൽ തന്നെ മോമോനെ വിളിക്കും. ഇവിടെ നമ്മളുടെ ഈ ഫൂപ്പയാണെങ്കിൽ ഭയങ്കരമായിട്ടും ഡ്രങ്ക് ആയിട്ടിരിക്കുമായിരുന്നു. അവനാണെങ്കിൽ മോമോയുടെ ഫ്രണ്ടിനെ കാണുന്നതും മോമോയാണെന്ന് തെറ്റിദ്ധരിച്ച് ഭയങ്കര ക്ലോസ് ആയിട്ട് ചെന്ന് നിൽക്കും. ഇത് കാണുന്നതും നമ്മുടെ മോമോ ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായി പോയായിരുന്നു. അവൾ ഭയങ്കരമായിട്ടും തകർന്നു പോകും. പെട്ടെന്ന് തന്നെ നമ്മുടെ മോമോയുടെ ഫ്രണ്ട് ആണെങ്കിൽ ഈ ഫൂപ്പേനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് അങ്ങ് പോവും. മോമോ ഇപ്പൊ ഭയങ്കര സങ്കടത്തിലായിരുന്നു. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ അവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് ഹോസ്റ്റലിലോട്ട് പോകാനായിട്ട് ഒരുങ്ങുന്നതും നമ്മളുടെ ഗുവയെ പറയും നീ ഇന്ന് പോവണ്ട, നീ ഇവിടെ നിൽക്കേ, പോരാത്തതിന് നീ ആണെങ്കിൽ ഇവിടുത്തെ ബാത്റൂം ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല. ഇത് കേൾക്കുന്നതും മോമ അന്നത്തെ ദിവസം അവിടെ നിന്നിട്ട് അതെല്ലാം ക്ലീൻ ആക്കാൻ തുടങ്ങും. അവൾ അത് കഴിഞ്ഞിട്ട് പോകാന്ന് വെക്കുന്നത് നമ്മളുടെ ഗുവയെ പറയും ഇപ്പൊ ഒരുപാട് ലേറ്റ് ആയില്ലേ, ഇനിയിപ്പോൾ പോവണ്ട എന്ന്. പിന്നീട് കാണിക്കുന്ന രണ്ടുപേരും കൂടി ഒരു ഷോപ്പിങ്ങിനായിട്ട് ചെല്ലുന്നതാണ്. നമ്മുടെ ഗുവയ്ക്കാണെങ്കിൽ ഒരു ക്ലീനിങ്ങിന്റെ റോബോട്ട് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ മോമോ അതിന് സമ്മതിക്കത്തില്ല. എന്താന്ന് വെച്ചാൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നേ. എന്നാൽ അവിടെ നിന്നൊരു ലേഡി ആണെങ്കിൽ പറയും എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് നിങ്ങൾ അനാവശ്യമായിട്ട് പൈസ ചെലവാക്കുന്നത് ഇഷ്ടമല്ല എന്നാ. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ മോമോ പറയും ഞാനും എൻ്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ല,
അല്ല എന്ന്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം ആണെങ്കിൽ നമ്മുടെ ഗുവൈ ഈ ക്ലീനിങ്ങിന്റെ റോബോട്ടില്ലേ അതിനെ ആക്ടിവേറ്റ് ആക്കും. ഇതാണെങ്കിൽ നേരെ ചെന്ന് നമ്മുടെ മോമോയുടെ റൂമിലായിട്ട് ചെന്നിടിക്കും. ഈ സൗണ്ട് കേൾക്കുന്ന മോമോ ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചു പോയായിരുന്നു. എന്നാൽ നമ്മുടെ ഗുവൈ ആണെങ്കിൽ അവളുടെ അടുത്ത് വിളിച്ച് പറയും, നീ ആണെങ്കിൽ ഇനി ഇവിടെ നിന്നാ മതി, നിനക്ക് ഇവിടെ നിൽക്കാമെന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ഗുവയുടെ വീട്ടിലായിട്ടൊരു പാഴ്സൽ വരും. അതെടുത്ത് നോക്കുമ്പോൾ എന്തുവാ, അത് നമ്മുടെ മോമോ സൈൻ ചെയ്ത എഗ്രിമെന്റ് ആയിരുന്നു. ഗുവയാണെങ്കിൽ അതെടുത്ത് ഓരോ സ്ഥലത്ത് ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കും, മോമോയ്ക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ മോമോയ്ക്കാണെങ്കിൽ അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ നിന്ന് കോള് വരും. അതും ജോബ് ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവളിത് പറയുന്ന സമയത്ത് ഹോസ്റ്റലിലാണ് ഉണ്ടായിരുന്നേ. ഇവളുടെ ആ ഫ്രണ്ട് ഇല്ലേ നമ്മുടെ ഫൂപ്പേനെ ഹെൽപ്പ് ചെയ്യുന്ന, അവൾക്കിത് കേൾക്കുന്നേ ഭയങ്കര സന്തോഷം. ഇപ്പൊ ഇവളുമാര് തമ്മിൽ ചെറിയൊരു പിണക്കത്തിലാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന മോമോ അവളുടെ വേറൊരു ഫ്രണ്ടുമായിട്ട് ക്യാൻറ്റീനിലായിട്ട് ഫുഡ് കഴിക്കാൻ വരുന്നയാ. ആ സമയത്താണെങ്കിൽ അവളുടെ ഫ്രണ്ട് നമ്മുടെ ഗുവൈനെ വിളിക്കും. ഇത് കാണുന്നേ മോമോ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അപ്പൊ അവള് പറയും ബോയ് ഫ്രണ്ടാ എന്ന്. ഇത് കേൾക്കുന്നേ മോമോ ഷോക്കായി പോവും. ഉടനെ തന്നെ അവളുടെ ഫ്രണ്ട് പറയും, ഇവനല്ല ബോയ് ഫ്രണ്ട്, ഇവന്റെ ഫ്രണ്ടാണ് എന്റെ ബോയ് ഫ്രണ്ട് എന്ന്. അങ്ങനെ ഇവരെല്ലാവരോടും ഇരുന്നിട്ട് ഒരു ട്രിപ്പിനെ പറ്റി സംസാരിക്കും. പെട്ടെന്ന് തന്നെ ഗുവയ്ക്ക് ഇത് കേൾക്കുന്നേ അവനും ജോയിൻ ചെയ്യണമെന്ന് തോന്നും. എന്താന്ന് വെച്ചാൽ നമ്മുടെ മോമോയും ആ ട്രിപ്പിൽ പാർട്ടായിരുന്നു. അങ്ങനെ ഇവർ അതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഫൂപ്പേനെയാണ്. അവനാണെങ്കിൽ ഇന്നലത്തെ ദിവസം ഭയങ്കരമായിട്ട് കുടിച്ചു ബോധം പോയില്ലേ, അതുകൊണ്ട് ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. അങ്ങനെ അവൻ ഹോസ്പിറ്റലിൽ വരുന്നതും ഈ ട്രിപ്പിനെ പറ്റി അറിയും. അപ്പോൾ അവൻ പറയും, എനിക്കും ഈ ട്രിപ്പിൽ ജോയിൻ ചെയ്യണം എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഗുവയാണെങ്കിൽ മോമോനെ ഹെൽപ്പ് ചെയ്യുന്നതാ അവളുടെ സ്റ്റഫും കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ മോമയാണെങ്കിൽ ഗുവയ്ക്ക് വാട്ടർ മെലൺ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. രണ്ടുപേരും കാർഡ്സ് ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവിടെ നമ്മളുടെ മോമയാണെങ്കിൽ ചെറുതായിട്ട് ചീറ്റ് ചെയ്യുന്നു തോന്നുന്നതും നമ്മളുടെ ഗുവയെ അത് കണ്ടുപിടിക്കും. മോമയാണെങ്കിൽ അവരെടുത്ത് ആ എഗ്രിമെന്റിനെ പറ്റി ചോദിക്കും. എന്നാൽ നമ്മളുടെ ഗുവയാണെങ്കിൽ അത് കണ്ടില്ല എന്ന് പറയും. ഇവിടെ അവൻ അതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നത് അവന്റെ ഡ്രോയറിലായിട്ടാണ്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രണ്ടുപേരും കൂടി അവരുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നയാ. അങ്ങനെ കാറ് വരുമ്പോൾ എന്തുവാ, അതിനകത്ത് നമ്മുടെ ഫൂപ്പയും ഉണ്ട്. ഇവനെ കാണുന്നേ മോമോ ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. പിന്നീട് കാണിക്കുന്നേ ഇവരവരുടെ ഡെസ്റ്റിനേഷനിലെത്തും. അത് കഴിഞ്ഞിട്ട് ഇവരവിടെ ടെൻ്റൊക്കെ കെട്ടാനായിട്ട് തുടങ്ങും. അവിടെയാണെങ്കിൽ മോമോയും അവളുടെ ആ ഫ്രണ്ടില്ലേ, അവർ രണ്ടുപേരും ഇപ്പൊ പിണക്കമൊക്കെ മാറ്റി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ അവള് നമ്മുടെ മോമോയുടെ ഹെയർ ഒക്കെ കെട്ടിക്കൊടുക്കും. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ മോമോയും ഗുവയും കൂടി പട്ടം പറത്തുന്നതാണ്. ആ സമയത്ത് നമ്മുടെ മോമോയാണെങ്കിൽ ഫൂപ്പേനെ പറ്റി ചിന്തിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ഗുവയാണെങ്കിൽ ആ പട്ടത്തിന്റെ നൂലില്ലേ അതാണെങ്കിൽ തീ വെച്ച് അങ്ങ് കട്ട് ചെയ്തങ്ങ് കളയും. അങ്ങനെ രണ്ടെണ്ണോടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങും. അവിടെ രണ്ടുപേരും കൂടി ഷെൽസ് എല്ലാം പറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ഫൂപ്പൈ ജോയിൻ ചെയ്യും. അവിടെ നിന്ന് മോമോ അപ്പം തന്നെ പോവും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ ഗുവയാണെങ്കിൽ ഈ ഫൂപ്പ എടുത്ത് ചോദിക്കും, നീ ആണെങ്കിൽ മോമോനെ പറ്റി എന്താ ചിന്തിക്കുന്നതെന്ന്. എന്നാൽ നമ്മളുടെ ഫൂപ്പയാണെങ്കിൽ ഒന്നും പറയാൻ റെഡി ആവത്തില്ല. രണ്ടുപേരോട് ഈ ഷെൽസ് എല്ലാം പറക്കിയിട്ട് നമ്മുടെ മോമോയുടെ കാലിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവന്നങ്ങ് വെക്കും. ഇത് കാണുന്നത് നമ്മുടെ മോമോ ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാവരോടും ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിന് ചുറ്റായിട്ടിരിക്കുന്നതാണ്. അവിടെ നമ്മുടെ ഗുവയാണെങ്കിൽ ഫൂപ്പ എടുത്ത് ചോദിക്കും, നീയും മോമോയുടെ ഫ്രണ്ടും തമ്മിൽ എന്താണ് റിലേഷൻ എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ഈ ഫൂപ്പയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാൻ നിൽക്കത്തില്ല. പെട്ടെന്ന് തന്നെ ഫൂപ്പയെ നമ്മുടെ ഗുവ എടുത്ത് ചോദിക്കും, നിനക്ക് എന്താ മോമോനെ ഇഷ്ടമാണോ? എന്നാൽ ഇവിടെ നമ്മളുടെ ഗുവയും പ്രത്യേകിച്ച് ആൻസർ ഒന്നും കൊടുക്കത്തില്ല. ഫൂപ്പയെ പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിലിരുന്ന തീ വെച്ചിട്ട് അവന്റെ കൈ അങ്ങ് പൊള്ളിക്കും. അവൻ വേഗം തന്നെ അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. നമ്മളുടെ ഗുവയാണെങ്കിൽ അവന്റെ ടെന്റിലായിട്ടിരിക്കാൻ നേരത്ത് ഒരു ഷാഡോ കാണും. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ പുറത്തോട്ടൊന്ന് നോക്കുമ്പോൾ എന്തുവാ, അത് നമ്മളുടെ മോമോയാണ്. അവളാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സെൽഫിക്ക് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ വന്നിട്ട് അവിടെ നിന്ന് പോസൊക്കെ ചെയ്തു കൊടുക്കും. എന്നിട്ട് രണ്ടുപേരോട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇവിടെ നമ്മളുടെ മോമയാണെങ്കിൽ ഗുവയ്ക്ക് ഫുഡൊക്കെ വായിൽ വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം എല്ലാവരും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതാണ്. ഇവിടെ നമ്മുടെ ഫൂപ്പയ്ക്ക് കൈ വയ്യാത്തോണ്ട് അവന് പകരം നമ്മുടെ മോമയാണ് ഫ്രണ്ട് സീറ്റിലിരുന്നിട്ട് ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ മോമയാണെങ്കിൽ അവളുടെ അഡ്വർടൈസ്മെന്റ് കമ്പനിയിലെ അവിടെയായിട്ട് ജോയിൻ ചെയ്യുന്നതാണ്. അവിടെ അവൾക്ക് ഒരു കൂട്ടുകാരിനെയും കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് മാനേജർ വന്നിട്ട് നമ്മുടെ മോമോ എടുത്ത് പുറത്ത് നിൽക്കാൻ പറയും. എന്നിട്ട് മറ്റേ കൂട്ടുകാരി പെങ്കൊച്ചിനെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോകും. നമ്മുടെ മോമോയ്ക്ക് ചെറുതായിട്ടൊന്ന് ഹേർട്ടാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗുവ അവന്റെ ക്ലാസ്സിലായിട്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ അവന്റെ സീനിയർ ഒരു പെങ്കൊച്ച് അവന്റെ അടുത്തായിട്ടുണ്ടായിരുന്നു. അവൾക്ക് പ്രൊഫസർ ആണെങ്കിൽ വലിയൊരു ടാസ്ക് കൊടുക്കും. ഇവക്കാണെങ്കിൽ ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അവസാനം നമ്മുടെ ഗുവ പറയും, ഞാൻ വേണമെങ്കിൽ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്ന്. അങ്ങനെ ഗുവയാണെങ്കിൽ അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന മോമയാണെങ്കിൽ അവളുടെ ഡ്യൂട്ടി സ്ഥലത്ത് നിന്ന് തിരിച്ചു വരാൻ നേരത്ത് അവിടെയായിട്ട് ഫൂപ്പയെ വെയിറ്റ് ചെയ്യുന്നതാണ്. ഇവളാണെങ്കിൽ ഇവനെ കാണുന്നതും സംസാരിക്കാൻ ഒരുങ്ങും. അവൻ അവളെ ഡിന്നറിന് വിളിക്കും. എന്നാൽ അവൾക്കാണെങ്കിൽ ഒട്ടും
ഒട്ടും താല്പര്യമില്ലായിരുന്നു. ആ സമയത്ത് തന്നെ അവളുടെ അമ്മ അയച്ച ഒരു പാഴ്സൽ കിട്ടും. അമ്മ എന്നിട്ട് വിളിച്ച് പറയും, നീയും ഗുവയും കൂടി ഒരുമിച്ചിരുന്ന് ഇത് ഓപ്പൺ ചെയ്യണം എന്ന്. അങ്ങനെ നമ്മുടെ മോമയാണെങ്കിൽ വീട്ടിലായിട്ട് വന്നിട്ട് ഗുവേനെ വെയിറ്റ് ചെയ്തിരിക്കും. അവസാനം അവനെ കാണാഞ്ഞാൽ അവളവനെ കോൾ ചെയ്യുമ്പോൾ അവൻ പറയും, ഞാനിന്ന് വരത്തില്ല, ഞാനിന്ന് ലാബിൽ തന്നെ നിൽക്കുക എന്ന്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മളുടെ ഗുവയാണെങ്കിൽ ആ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആക്കി ആ സീനിയറിന്റെ കൈ കൊടുത്തിട്ട് അവൻ പറയും, ഞാൻ ഉറങ്ങാൻ പോവുക എന്ന്. അങ്ങനെ അവൻ ടേബിളിന്റെ മുകളിലായിട്ടും കിടക്കും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് പ്രൊഫസർ വരും. പ്രൊഫസർ വന്ന് ഈ ടെസ്റ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നതും അയാൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഉടനെ തന്നെ ആ സീനിയർ പെങ്കൊച്ചു പറയും, എന്നെ ഇതിനു വേണ്ടിയിട്ട് സഹായിച്ചത് വേറെ ആരുമല്ല ഗുവൈ തന്നെയാ എന്ന്. ഇത് കേൾക്കുന്ന പ്രൊഫസർ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇവനൊരു ജൂനിയർ അല്ലേ. അങ്ങനെ നമ്മുടെ ഗുവയാണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒന്നും കൂടി പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ രാവിലെ നമ്മളുടെ മോമോ എണീറ്റിട്ട് നമ്മുടെ ഗുവേനെ കോൾ ചെയ്യുന്നതാണ്. അപ്പോഴാണ് അവള് കേൾക്കുന്നത്, അതായത് നമ്മുടെ ഗുവയുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നത് അവന്റെ റൂമിൽ നിന്ന് തന്നെയാ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഫൂപ്പയാണെങ്കിൽ അവന്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്നതാണ്. അച്ഛനാണെങ്കിൽ ഇപ്പോൾ അയാളുടെ അസിസ്റ്റന്റിനെയും കൊണ്ടാ വന്നേക്കുന്നത്. ഫൂപ്പയ്ക്ക് ഇത് കാണുന്നത് ഇഷ്ടപ്പെടത്തില്ല. ഈ പെണ്ണിനും ഫൂപ്പയുടെ സംസാരമൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവരവിടെ നിന്നങ്ങ് പോവും. ഇത് കാണുന്ന നമ്മളുടെ ഫൂപ്പയുടെ അച്ഛന്റെ ദേഷ്യം വന്നിട്ട് ഫൂപ്പയ്ക്കിട്ട് നല്ലൊരു അടി കൊടുക്കും. എന്നിട്ടാണെങ്കിൽ അവന്റെ അമ്മേനെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്ന ഫൂപ്പയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മുടെ മോമയാണെങ്കിൽ ഗുവേനെ ചെന്ന് എഴുന്നേൽപ്പിക്കുന്നതാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറയും. അത് കഴിഞ്ഞ് രണ്ടുപേരോട് ഇരുന്നിട്ട് ഒരു ഹൊറർ മൂവി കാണാൻ വേണ്ടിയിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ അവരുടെ ഡോറിലായിട്ട് ആരോ ഒരാൾ വന്ന് കൊട്ടും. ഇത് കാണുന്നതും രണ്ടുപേരും പേടിച്ചു പോയായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവയാണെങ്കിൽ മോമയുടെ കയ്യിലായിട്ട് ഒരു കത്തി എടുത്ത് കൊടുത്തിട്ട് പറയും, നീ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്ന്. എന്നിട്ട് നമ്മളുടെ ഗുവയാണെങ്കിൽ വേഗം തന്നെ ചെന്ന് ആ ഡോറ് തുറന്ന് നോക്കും. ഇത് കാണുന്നതും അവൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഒരു ചെറിയ സീനാണ്. അവിടെ നമ്മളുടെ ഗുവയാണെങ്കിൽ മോമോ എടുത്ത് വന്നിട്ട് പറയും, ഇന്നലെ നമ്മളെടുത്ത ഫോട്ടോ എനിക്കൊന്ന് അയക്കണം എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ മോമോ അത് അയച്ചു കൊടുക്കും. അങ്ങനെ നമ്മളുടെ ഗുവയാണെങ്കിൽ ആ ഫോട്ടോനെ എടുത്ത് നല്ലതുപോലെ സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അവൻ അവളുടെ അടുത്ത് നല്ലതുപോലെ ഫീലിങ്സ് വന്ന് തുടങ്ങി എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മാർക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.